ലാലേട്ടനെ നായകനാക്കിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്ന മൂവി. ആ സിനിമ അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെയായിരുന്നു. ബി ഉണ്ണികൃഷ്ണന് അതിൽ നിന്നും റിക്കവറി ആയി വരാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ഒരു ഡേറ്റ് കൊടുത്തു അദ്ദേഹത്തിന്. മമ്മൂക്കയെ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള തിരക്കഥയുമായി വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക ഉടൻ തന്നെ ഡേറ്റ് തരാമെന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. അത്തരത്തിൽ മമ്മൂക്കയെ ഇംപ്രസ് ചെയ്യുന്ന കഥയുമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ മമ്മൂക്കയെ സമീപിച്ചു. മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു, പ്രോജക്റ്റ് ഓക്കെ ആയി. എന്നാൽ മമ്മൂക്ക ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോജക്റ്റിൽ തീരെ താല്പര്യമില്ലായിരുന്നു. മമ്മൂക്ക ഫാൻസ് സോഷ്യൽ മീഡിയയിലൂടെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രോജക്റ്റ് വേണ്ട, ആ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂക്കയെ ഫീൽഡ് ഔട്ട് ആവുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ഒക്കെ ആയിരിക്കും ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കി വെക്കുക. അദ്ദേഹത്തിന് തീരെ മേക്കിങ്ങിലുള്ള ഒരു പുതുമ കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആരാധകർ ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ ആണ് ഈ ചിത്രത്തിൽ നായികയായി എത്തുക എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ മഞ്ജുവിൻ്റെ കൂടെ നയൻതാരയും നായികയായിട്ട് എത്തുന്നു. 2 നായികമാരാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. പാൻ ഇന്ത്യ റിലീസായിട്ട് വമ്പൻ റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. 5 ഭാഷയിൽ റിലീസ് ചെയ്യും ഒരേ സമയം. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അന്യഭാഷയിലെ 1-2 പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയൻതാരയുടെ പേരും കൂടെ ഈ ഒരു പ്രോജക്റ്റിൽ പറഞ്ഞു കേൾക്കുമ്പോൾ മമ്മൂക്ക ഫാൻസിന് മനംമാറ്റം വന്നിട്ടുണ്ട്. അവരൊക്കെ ഉച്ചത്തിൽ അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ പറയാണ് ഈ ഒരു പ്രോജക്റ്റ് നടക്കണം. നയൻതാര മമ്മൂക്ക കോംബോയിൽ ഒരു ചിത്രം വരുന്ന സമയത്ത് അത് എന്നും കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. മൂവി പ്ലസ് മീഡിയ 1 മാസം മുന്നേ നയൻതാര മമ്മൂക്ക കോംബോയിൽ ഒരു സിനിമ വരുന്നുണ്ട്, അത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം സത്യമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ അടിയിൽ ഗംഭീര നെഗറ്റീവ് കമൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.